നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. SCRT SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് സിയിലെ സെക്ഷൻ ഇ ക്വസ്റ്റ്യൻ നമ്പർ 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ. ഒന്നാമത്തെ ചോദ്യം 21ാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? എ ബോയ് 1.5 meters tall standing at the top of a building 20 meters high sees a car parked on the road at an angle of depression of 30 degree. How far away from the bottom of the building is the car parked? അതായത് 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി നിൽക്കുകയാണ്. അപ്പൊ ആ കുട്ടി വഴിയിൽ നിർത്തിയിട്ടുള്ള ഒരു കാറ് 30 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് മക്കളെ കാറ് നിർത്തിയിട്ടിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതാ നോക്കിയടാ മക്കളെ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാടാ, ആ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടാ മക്കളെ. ഇതാ കണ്ട, ഒരു കെട്ടിടത്തിന്റെ മുകളില് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. കണ്ട, കെട്ടിടത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാടാ മക്കളെ, ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. കെട്ടിടത്തിന്റെ ഉയരം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടാ മക്കളെ? 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണതിൽ നിന്ന് ഇത്രയും താഴേക്ക് നോക്കുമ്പോൾ ഇതിനെയല്ലടാ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോണ് എന്ന് പറയാ. ആ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ലൈനും ഈ ലൈൻ എന്തായിരിക്കും മക്കളെ? പാരലൽ ആണ്. അപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? 30 ഡിഗ്രി അല്ലേ വരിക? അങ്ങനെയല്ലേ വരിക? അപ്പൊ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ് മക്കളെ? ഈ ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് കാർ എന്നല്ലേ ചോദിച്ചുള്ളത് അല്ലെ? അതായത് ബോട്ടം ഓഫ് ദി ബിൽഡിങ്ങും കാറും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മക്കളെ കണ്ടുപിടിക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത് 30 ഡിഗ്രി ആണ് മക്കളെ. ഇത് എത്രയാ വരിക? 90 ഡിഗ്രി. അതുപോലെ ഈ ആംഗിൾ എത്രയായിക്കോടാ മക്കളെ വരിക? 60 ഡിഗ്രി അല്ലേ വരിക അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് 30:60:90 ആണെന്നുണ്ടെങ്കിൽ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അതായത് ആംഗിൾ, ഒരു ട്രയാംഗിളിലെ ആംഗിളുകൾ തമ്മിലുള്ള റേഷ്യോ 30:60:90 ആണെങ്കിൽ അവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് മക്കളെ പറഞ്ഞത്? 1:3:2 എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നോക്കിയാടാ, 30യുടെ ഓപ്പോസിറ്റ് എനിക്ക് എന്തായിട്ട് എടുക്കാടാ മക്കളെ? 1x ആയിട്ട് എടുക്കാം. 60ന്റെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ വരിക? √3x ആയിട്ട് എടുക്കാം. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ അതാ ഈ 1x ഈസ് ഈക്വൽ ടു എത്രയാടാ മക്കളെ വരുന്നത്? 1x ഈസ് ഈക്വൽ ടു എത്രയാടാ മക്കളെ വരുന്നത്? 1x ഈസ് ഈക്വൽ ടു 20 + 1.5 അല്ലെ? 20 + 1.5 എത്രയാണ് മക്കളെ വരുന്നത്? 21.5 ആണ് വരുന്നത്. 21.5 എന്നുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എനിക്ക് ഇതിൽ നിന്ന് എന്താന്ന് കിട്ടിയടാ മക്കളെ? 21.5 മീറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക? √3x അല്ലേ വരിക? √3x എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? √3 × 21.5, അതായത് 21.5 √3 മീറ്റർ അകലെ ആയിരിക്കൂടാ മക്കളെ നമ്മൾ എന്തെന്ന് പറയണത്? കാറ് നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ നിന്നും കാറ് നിൽക്കുന്നത് എത്ര അകലെ ആയിരിക്കുന്നതാണോ മക്കളെ പറയണത്? 21.5 √3 മീറ്റർ അകലെ ആയിരിക്കുന്നതാണ് പറയണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? ചിത്രത്തിലെ ABC ഇവ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ആംഗിൾ AOB എന്ന് പറയുന്ന ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ACB എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്താണ് മക്കളെ വരിക അല്ലേ? ഇത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്താണ് മക്കളെ? ഒരു കോഡാണ്. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ, ഈ കോഡ് ഈ സർക്കിളിന്റെ 2 പാർട്ടുകളാണ്, മൈനർ പാർട്ടും മേജർ പാർട്ടും. ഈ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒക്കെ എന്തായിരിക്കുന്നതാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? വലിയ വൃത്താംശം ചെറിയ വൃത്താംശമായിട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റാണ്. അപ്പൊ നമുക്കറിയാം, വലിയ വൃത്താംശത്തിൽ അല്ലെങ്കിൽ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും അറിയാം. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ വരിക? 50 ഡിഗ്രി. ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ് ഇല്ലേ? ആ ഒരു മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂടാ. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് മക്കളെ. എന്താ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പി 2ആയിട്ട് മടക്കിയിട്ട് അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/6 ഭാഗം ഇതിനുള്ളിൽ വന്നു എന്നാണ് പറയണത്. അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് മക്കളെ പറയണത്? 1/6 ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗം 1/6 ആണെന്നാണ് പറയുന്നത്. ഇതൊരു ഭാഗം 1/6 എന്ന് പറയുമ്പോൾ ഇനി നമുക്കറിയാം, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആംഗിളിന്റെ ഹാഫ് ആയിരിക്കില്ലടാ മക്കളെ ഇവിടെ വരിക എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു ആംഗിള് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കുന്നതാടാ മക്കളെ പറയണത്? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കാനാണ് സാധ്യത? ഈ ഒരു ആംഗിൾ എന്തായിരിക്കാനാണ് മക്കളെ സാധ്യത എന്ന് പറയുന്നത്? ഇതൊരു എന്തായിരിക്കും പറയണത്? 2x അല്ലേ വരിക? ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x അല്ലേ വരിക? എല്ലാവർക്കും അറിഞ്ഞൂടെ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇപ്പുറത്ത് വരിക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ആവുമ്പോൾ
1/6 ഭാഗമാണ് ഇവിടെ ഉൾപ്പെടുന്നത്. ഇവിടെ എക്സ് ആവുമ്പോ 1/6 ഭാഗമാണ് ഉൾപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഈ 2x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ മക്കളെ വരിക? 2x എന്ന് പറയുമ്പോൾ എത്ര ഭാഗമായിരിക്കും ഇവിടെ വരിക? 2 × 1/6 എത്രയായിരിക്കും ഇവിടെ മക്കളെ വരിക? 1/3 ഭാഗമാണ് ഇവിടെ. ഈ ഒരു വൃത്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും പറയണത്? 1/3 ഭാഗമായിരിക്കും പറയണത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അതല്ലെങ്കിൽ നമുക്കിതാ ഇവിടെ എന്ത് ചെയ്യണം മക്കളെ? ഈ പറഞ്ഞ രീതിയിലല്ലാതെ നമുക്ക് വേറെയും ചെയ്യാൻ പറ്റും. ഈ ഒരു 1/6 എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 360/6 എത്രയാണ് മക്കളെ വരിക? ഇത് 60 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് എത്രയായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ വരിക? ഇത് എത്രയായിരിക്കും വരിക? 120 ആയിരിക്കും വരിക അല്ലേ? അപ്പൊ അത് എത്ര ഭാഗമാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് 60 ആവുമ്പോൾ 60/360 അല്ലേ 1/6 വരുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ? 120 / 360. 0 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 12 1 times 3 × 12 36 ആണ് വരിക. അപ്പൊ 1/3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് രീതിയിൽ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ലടാ മക്കളെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആ ഒരു ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇതിലെ ബി സെക്ഷനുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ബി സെക്ഷനുള്ള ചോദ്യം എന്താണ്? അതായത് ചിത്രത്തിൽ എ ബി വ്യാസമായ വൃത്തം ബി സി എ ഡിയിൽ മുറിക്കുന്നു. ആംഗിൾ എ ഡി ബി എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഇവിടെ ആംഗിൾ എ ഡി ബിയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആംഗിൾ ആണ്, എ ഡി ബിയുടെ ആംഗിൾ ആണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ് മക്കളെ? ഇതെന്താ വരുന്നത്? ഡയമീറ്റർ അല്ലേ വരുന്നത്. ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡും കൂടിയിട്ട് സർക്കിളിലേക്ക് എവിടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാടാ മക്കളെ? 90 ഡിഗ്രി ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമില്ലേ. ഡയമീറ്ററിന്റെ രണ്ട് എൻഡും കൂടിയിട്ട് സർക്കിളിലേക്ക് ഏത് പോയിന്റിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി അല്ലേ വരിക? ഇത് 90 ഡിഗ്രി അല്ലേ വരിക? അപ്പൊ അതിനടുത്ത ചോദ്യം എന്താണ് മക്കളെ? ഒരു prove that the circles drawn with the equal sides of an isosceles triangle has diameters pass through the midpoint of the third side എന്നാണ്. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിന് തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയടാ, ഞാനിവിടെ ഒരു സമപാർശ്വ ത്രികോണം വരച്ചിട്ടുണ്ട്. നോക്കിയടാ മക്കളെ, ഇവിടെ നോക്കി ഈ ഒരു സൈഡിന്റെ പേര് എ ബി, അതുപോലെ എന്താ പറയാടാ ബി സി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ഈക്വലായിട്ട്, അതായത് ഈ സൈഡും ഈ സൈഡും, അതായത് എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ, എ ബിയും എ സിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, ഈ ഒരു എയിൽ നിന്ന് ഞാൻ ബി സിയിലോട്ട് വരയ്ക്കുന്ന ഈ ഒരു ലംബം എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ബി സിയുടെ എന്തായിരിക്കും എന്നാ പറയുന്നത്? മിഡ് പോയിന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയടാ മക്കളെ, ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ് വരുന്നത് വിചാരിക്കാം? 12 ആണ്. ഇത് മൊത്തം 12 ആണെന്നുണ്ടെങ്കിൽ 12 അല്ല 10 ആണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, ഇത് 5 ഉം 5 ആയിരിക്കും എന്നാ പറയുന്നത്. ഇത് 5 ഉം 5 ആയിട്ടായിരിക്കും വരിക. അതായത് ഇതിന്റെ മിഡ് പോയിന്റിലാണ് കട്ട് ചെയ്യുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ ആ ഒരു മൂന്നാമത്തെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർമൂലയിൽ നിന്ന് വരയ്ക്കുന്ന ആ ഒരു ലംബം അല്ലെങ്കിൽ എന്താ പറയാ പെർപെൻഡിക്കുലർ മൂന്നാമത്തെ സൈഡിനെ എന്ത് ചെയ്യുന്നതാണ് മക്കളെ പറയണത്? ബൈസെക്ട് ചെയ്യുന്ന പറയണത് ലംബം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ മക്കളെ, എനിക്കിതാ ഇവിടെ എ ബിയും എ സിയും എന്നാണ് വിചാരിക്കുക. ഞാനിവിടെ എ ബിയും എ സിയും ഈക്വൽ ആയിട്ട് എടുക്കുകയാണ്. എ ബിയും എ സിയും ഈക്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നോക്കിയടാ മക്കളെ, ഇവിടെ എ ബി എന്ന് പറയണ ആ ഒരു സർക്കിൾ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കണം വരിക? 90 ഡിഗ്രി ആണെന്ന് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. ഇത് 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ താടാ മക്കളെ, ഈ ഒരു എ സി എന്ന് പറയുന്ന സൈഡും ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഈ ഒരു പോയിന്റില് 90 ആയിരിക്കും വരിക. 90 ആയിരിക്കും വരിക, ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി ആയിരിക്കും വരിക. ബി ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ഡി സി ആയിരിക്കും വരിക. കാരണം എന്താണ് മക്കളെ? ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി ആവാനുള്ള കാരണം എന്താ? ഈ എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ അത് ബി സിനെ ബൈസെക്ട് ചെയ്യും. ഈ പറഞ്ഞ കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിടാം മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാണ്. ഈച്ച് ലാറ്ററൽ ഫേസ് ആസ് ഇൻ ദ ഫിഗർ കാൽക്കുലേറ്റ് സ്ലാന്റ് ഹൈറ്റ് ആൻഡ് ഹൈറ്റ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ ഒരു സമചതുരസ്തൂപിക തന്നിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ എന്താ പറയാ മക്കളെ, പാദത്തിന്റെ നീളവും പിന്നെ അതുപോലെ പാർശ്വമുഖങ്ങൾ, അതായത് പാർശ്വവക്കും തന്നിട്ടുണ്ട്, പാദവക്കും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉയരവും കണ്ടുപിടിക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെരിവ് ഉയരം കണ്ടുപിടിക്കണം, അതുപോലെ ഉയരവും കണ്ടുപിടിക്കണം.
അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിക്കാടാ. ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാടാ മക്കളെ? എ ഈസ് ഈക്വൽ ടു 30 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാ മക്കളെ? 25 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണോ മക്കളെ? ഏതൊക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത്? അതായത് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതാ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണോ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഇവിടെ തന്നിട്ടുള്ള എന്താ? എയും ഇയും തന്നിട്ടുണ്ട്. എയും ഇയും തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എല്ല് കണ്ടുപിടിക്കാം. എല്ല് കണ്ടുപിടിച്ചാൽ മാത്രമാണ് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം ഈ ഒരു ഇക്വേഷനിൽ ഇട്ടിട്ട്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇടാൻ പോകും. അപ്പൊ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാണോ മക്കളെ? എനിക്ക് എൽ സ്ക്വയർ എൽ സ്ക്വയറിന് പകരം എൽ സ്ക്വയർ പ്ലസ് എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ? എ ബൈ ടു എന്ന് പറയുമ്പോൾ എ 30 ആണെങ്കിൽ എ ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 15ന്റെ സ്ക്വയർ അല്ലേ? 15ന്റെ സ്ക്വയർ അല്ലേ വരിക? അപ്പൊ അങ്ങനെയാണെങ്കിൽ 25ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 625 ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 225 എന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 625 മൈനസ് 225 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ എനിക്ക് 400 എന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? റൂട്ട് 400 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ എല്ലിന്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ട് കിട്ടിയടാ മക്കളെ? എനിക്ക് 20 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അല്ലടാ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എല്ല് എത്രയാണെന്ന് കിട്ടിയപ്പോൾ എനിക്ക്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എത്രയാണെന്ന് അറിയാം എനിക്ക്? എ 30 ആണെന്ന് അറിയാം. ഇ എന്ന് പറയുന്നത് 25 ആണെന്ന് അറിയാം. അതുപോലെ എൽ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 20 ആണെന്ന് കിട്ടി. എൽ ഈസ് ഈക്വൽ ടു 20 ആണെന്ന് കിട്ടി. ഇനി എച്ച് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ് മക്കളെ പറഞ്ഞത്? ഞാനിവിടെ ഇക്വേഷൻ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതാ ഞാനിവിടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എല്ലിന് പകരം എനിക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ? 20 സ്ക്വയർ അല്ലെ? 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാടാ? 20 സ്ക്വയർ കൊടുക്കണമെന്നുണ്ടോ? എൽ സ്ക്വയർ ഓൾറെഡി ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ? എത്രയായിരുന്നു എൽ സ്ക്വയർ? എത്രയായിരുന്നു മക്കളെ? എൽ സ്ക്വയർ ഇവിടെ എത്രയായിരുന്നു? 400 ആയിരുന്നില്ലേ? അപ്പൊ ദാ എനിക്ക് ഇവിടെ എന്ത് പറഞ്ഞിട്ട് കൊടുക്കാടാ? 400 ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. 15ന്റെ സ്ക്വയർ അല്ലേ വരിക? എത്രയാടാ മക്കളെ വരിക? 225. അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 400 മൈനസ് 225. 400 നിന്ന് 225 കുറച്ച് കഴിഞ്ഞാൽ എത്രയാടാ മക്കളെ വരിക? 175 അല്ലെ? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ? 175 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? റൂട്ട് 175 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ 175നെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം എന്തോടാണ്? 5 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 3 15, ബാക്കി 25ൽ 5, പിന്നെയാണോ മക്കളെ? 5 7 35. ഈ രണ്ടാൾക്കാരെ ഒരേപോലുള്ള ആൾക്കാർക്ക് പകരം ഒരാൾ പുറത്തേക്ക് എടുത്തു, ബാക്കി ഒറ്റയ്ക്ക് എടുക്കുന്ന ആളെ നമ്മൾ എന്തായിട്ട് എടുക്കാടാ? റൂട്ടിന്റെ ഉള്ളിൽ എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എന്താണോ മക്കളെ വരിക? 5 × √7 സെന്റിമീറ്റർ എന്ന് കൊണ്ട് കിട്ടും. അതായത് 5√7 സെന്റിമീറ്റർ ആണ് മക്കളെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇല്ലേ? അതായത് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം എത്രയാണെന്ന് കണ്ടുപിടിച്ചു മക്കളെ? 20 ആണെന്നും എച്ച് എന്താണെന്ന് കണ്ടുപിടിച്ചു? 5√7 ആണെന്നും കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യം എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? വശങ്ങൾ 40 സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ 25 ആയ വർഷം കാണാം പാർശ്വമുഖമാവുന്ന ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാമോ? അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് 40 സെന്റിമീറ്റർ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ 25 ആയിട്ടുള്ള ഒരു പിരമിഡ്, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എൽ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം മക്കളെ? a/2 കൂടുതലായിരിക്കണം. എൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? a/2 കൂടുതലായിരിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ എൽ a/2 കൂടുതലാവണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് മക്കളെ? എ എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ഇ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് മക്കളെ? 25 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? എല്ല് കണ്ടുപിടിക്കണം അല്ലെ? എല്ല് കണ്ടുപിടിച്ചാലല്ലേ എനിക്കിത് വെച്ചിട്ട് ഒരു സംവാർഷ മട്ടത്തിൽ അല്ല സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയുള്ളൂ. അപ്പൊ അവിടെ എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എല്ലാവർക്കും അറിയാലോ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എൽ സ്ക്വയർ അല്ല, എന്താണ് മക്കളെ വരിക? ഇക്വേഷൻ എന്താണ് വരിക? ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതാടാ ഞാനിവിടെ ഈ സ്ക്വയറിന് പകരം എന്ത് കൊണ്ട് കൊടുക്കാൻ പോടാ മക്കളെ? 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 20 അല്ലേ വരിക? 20ന്റെ സ്ക്വയർ എങ്ങനെയല്ലേ വരിക?
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എഴുതാടെ 25ന്റെ സ്ക്വയർ എത്ര വരിക 625 പ്ലസ് 625 ഈസ് ഈക്വൽ ടു 625 ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 400 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാടാ മക്കളെ വരിക 625 മൈനസ് 400 ഈസ് ഈക്വൽ ടു എത്രയാടാ മക്കളെ വരിക 225 എന്ന് പറഞ്ഞിട്ട് വരും. എൽ സ്ക്വയർ 225 ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക 225 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആടാ മക്കളെ? റൂട്ട് 225 എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ എനിക്ക് 15 അല്ലേ വരുന്നത്? എൽ എന്ന് പറയുന്നത് 15 അല്ലേ വരുന്നത്? ഞാനിവിടെ എന്തായിരിക്കണം എന്നാ പറയുന്നത്? എൽ a/2 കൂടുതലായിരിക്കണം എന്നാ പറഞ്ഞിട്ടായിരുന്നത്. ഇവിടെ എൽ എത്രയാണോ മക്കളെ വരുന്നത്? 15 ആണ്. a/2 എന്ന് പറയുന്നത് എത്രയാണോ മക്കളെ വരുന്നത്? a/2 എന്ന് പറയുന്നത് എത്രയാണത്? a/2 എത്രയാണത്? 20 അല്ലേ വരുന്നത്? a/2 എന്ന് പറയുന്നത് 20/2 എത്രയാ? 20 അല്ല 40/2 എത്രയാണോ മക്കളെ വരുന്നത്? 40/2 എത്രയായിരിക്കും വരിക? 20 അല്ലേ വരിക? a/2 എന്ന് പറയുമ്പോൾ 40/2 20 ആണ് വരിക. a/2 കൂടുതലാണോടാ മക്കളെ എൽ എന്ന് പറയുന്നത്? a/2 കൂടുതലാണോ എൽ? അല്ലല്ലോ. a/2 കൂടുതലല്ലല്ലോ എൽ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സമചതുര സ്തൂപിക അല്ലെങ്കിൽ എന്താ പറയാ, പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലടാ മക്കളെ. ഇനി അടുത്ത ചോദ്യം ഏതാടാ മക്കളെ? ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ is 6 centimeters. What is its volume എന്നാ പറഞ്ഞിട്ടുള്ളത് ഇല്ലേ? അതായത് ഒരു സ്ഫിയറിന്റെ വോളിയം 6 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. 4/3 പൈ ആർ ക്യൂബ് ആണ് വരിക ഇല്ലേ മക്കളെ? എങ്ങനെയല്ലേ വരിക? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാടാ ഇവിടെ എന്താ വരിക? 4/3 പൈ ഇൻറ്റു എന്തായിരിക്കും വരിക? 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 6 × 6 അല്ലേ? അപ്പൊ അവിടെ 3 അവിടെ 6ൽ എത്ര വട്ടാണ് മക്കളെ പോവാ? 2 ടൈംസ് അല്ലേ? അപ്പൊ 6 × 6 എത്രയാ വരിക? 36 × 8 36 4 × 2 എത്രയാ വരിക? 8 അല്ലേ വരിക? അപ്പൊ 36 × 8 ചെയ്താൽ മതിയാവും. 36 × 8 എത്രയാണ് മക്കളെ വരിക? 288 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് മക്കളെ വരിക. 288 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് മക്കളെ ഇതിന്റെ എന്തെന്ന് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? വോളിയം കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ പറ്റുക. ഇത് അവിടെ അടുത്ത ചോദ്യം എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു ഗോളത്തിന്റെയും അതിന്റെ 1/3 ആരമുള്ള ഗോളത്തിന്റെയും വ്യാപ്തങ്ങളുടെ അംശം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയടാ മക്കളെ, ഈ ഒരു ആളുടെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നാ പറയുന്നത്? 1/3 × r ഈസ് ഈക്വൽ ടു എത്രയാണോ മക്കളെ വരിക? r/3 അല്ലേ വരിക? r/3 അല്ലേ വരിക? അപ്പൊ ഇതാ നോക്കിയടാ മക്കളെ, എനിക്കിവിടെ ഈ 2 വ്യാപ്തങ്ങളുടെയും അംശബന്ധം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വലിയ വോളിയത്തിന്റെ ഇതിന്റെ വോളിയം എന്തായിരിക്കും വരിക? അതായത് 4/3 പൈ ആർ ക്യൂബ് ആണ് വരിക. ഇതിന്റെ വോളിയം എന്തായിരിക്കും മക്കളെ വരിക? ഇതിന്റെ വോളിയം എന്തായിരിക്കും വരിക? ഇതിന്റെ വോളിയം V1 എന്ന് എടുക്കുകയാണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ് വരും. ഈ പറയുന്ന ചെറിയതിന്റെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? അതായത് V2 ഈസ് ഈക്വൽ ടു എന്ന് എഴുതാണ് മക്കളെ എനിക്ക് 4/3 × പൈ × ആർ ക്യൂബ് എന്നുള്ളതിന് പകരം ഇവിടെ എത്രയാണ് r വരുന്നത്? r/3 ഹോൾ ക്യൂബ്. എങ്ങനെയല്ലേ വരിക? r/3 ഹോൾ ക്യൂബ് എങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ റേഷ്യോ കണ്ടുപിടിക്കാൻ, അതായത് V1:V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയുടെ മക്കളെ? ഞാൻ V1/V2 ചെയ്താൽ മതി ഇല്ലേ? അപ്പൊ V1/V2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റില്ല. എങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ ഈ 4/3 ആർ ക്യൂബും ഇവിടുത്തെ ഈ 4/3 ആർ ക്യൂബും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് കിട്ടൂടാ മക്കളെ? 1/1 ഡിവൈഡഡ് ബൈ 3 ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 1. അപ്പോ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിനെങ്ങനെ എഴുതാണോ മക്കളെ? എനിക്ക് 1 × 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 3 ക്യൂബ് എത്രയാടാ മക്കളെ വരിക? 3 × 3 × 3 3 × 3 9 9 × 3 എത്രയാടാ വരിക? 27/1 എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണെങ്കിൽ V1:V2 എത്രയാടാ മക്കളെ വരിക? 27:1 എന്ന് പറഞ്ഞിട്ട് വരും. 27:1 എന്ന് പറഞ്ഞിട്ടാണ് വരിക അല്ലെ? 27:1 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതായത് 27 27:1 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇതാണ് നമുക്ക്
ഇതിന്റെ വോളിയങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് വോളിയം എന്ന് പറയുന്നത് 27:1 ആയിരിക്കും ഇവിടെ മക്കളെ വരിക. 27:1 ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കിയാടാ, ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ബൈ മെൽറ്റിംഗ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 5 centimeters and recasting how many spheres of 1/3 the radius can be made? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇതില് നമുക്ക് എങ്ങനെയാണ് മക്കളെ ചെയ്യാൻ പറ്റുക? അതായത് ഒരെണ്ണം കൊണ്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന പറയണത്? 27 എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ പറയണത്. 1/3 ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റൂടാ മക്കളെ? 27 എണ്ണം ഉണ്ടാക്കാനല്ലേ പറ്റുക. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയിരിക്കാം. എത്രയായിരിക്കും വരികയാടാ മക്കളെ? 27 സ്ഫിയേഴ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. എത്രയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത്? 27 സ്ഫിയർ ആണ് ഉണ്ടാക്കാൻ പറ്റുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തേന്റെ ആരം എത്രയായിരുന്നോടാ മക്കളെ? 5 സെന്റിമീറ്ററും രണ്ടാമത്തേന്റെ ആരം എത്രയാടാ മക്കളെ വരുന്നത്? 1/3 × 5, അതായത് 5/3 ആണ് വരുന്നത്. അതിൽ നേരത്തെ ചെയ്ത മാതിരി 1/3 6 വരുന്നത്. നമുക്കറിയാലോ 27 അല്ലേ വരിക. സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ 27 കൊണ്ട് എഴുതിച്ചാൽ മതി. പറഞ്ഞു ചോദ്യം എന്തായിരുന്നു മക്കളെ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 sides 8 centimeters 6 centimeters and the angle between them 40 degree. രണ്ട് വശങ്ങളുടെ നീളങ്ങൾ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രിയുമായ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, 6ഉം 8ഉം സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിയടാ, ഇവിടെ എങ്ങനെയായിരിക്കും വരിക? എനിക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് ഇവിടെ 8 ആണെന്ന് അറിയാം. ഹൈറ്റ് കണ്ടുപിടിക്കണം. വേണ്ടേ? ഹൈറ്റ് കണ്ടുപിടിക്കല്ലേ വേണ്ടത്? അപ്പൊ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇത് എന്ത് ട്രയാങ്കിൾ ആടാ മക്കളെ? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ തന്നിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എന്താടാ മക്കളെ? ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് സൈഡ് എന്നാ പറയാ? നമ്മള് ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ. എനിക്ക് കർണം എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? ഇവിടെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്താണ് മക്കളെ? എതിരേക്ക് എടുക്കുന്ന വശാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം റിലേഷൻ എന്താണ്? ഈ എതിർവശവും കർണവും അല്ലെങ്കിൽ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും തമ്മിൽ റിലേഷനിൽ വരുന്ന ആൾക്കാരാണ് മക്കളെ? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? എനിക്ക് എതിർവശം ഡിവൈഡഡ് ബൈ കർണം എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ എക്സിന് പകരം എത്രയാണ് മക്കളെ എടുക്കുന്നത്? 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റിന് പകരം എന്ത് കൊടുക്കാടാ? എച്ച് ഡിവൈഡഡ് ബൈ 6 എന്നുകൊണ്ട് വരും ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ 40യുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ മക്കളെ? 0.6428 ആണെന്ന് അറിയാം. ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 6 എന്നുകൊണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 6 × 0.6428 എന്ന് കൊണ്ടുവരും. ഇനിയല്ലടാ മക്കളെ വരിക. ഇനി ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? എനിക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറയണ? ½ × b × h അല്ലേ വരിക? ½ × b × h അല്ലേ വരിക? അപ്പൊ 1/2 × ഇവിടുത്തെ b എത്രയായിട്ട് എടുക്കാടാ മക്കളെ? എനിക്ക് 8 × h ന് പകരം എന്ത് കൊണ്ട് കൊടുക്കാടാ മക്കളെ? 6 × 0.6428 എന്നിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാടാ ഇവിടെ 2 ന് 8 എത്ര വട്ടാണ് മക്കളെ പോവാ? 4 ടൈംസ് ആണ് പോവാ അല്ലേ? 8 4 ടൈംസ് ആണ് പോവാ. അപ്പൊ 4 × 6 എത്രയാടാ മക്കളെ വരിക? 24 × 0.6428 ആണ് വരിക മക്കളെ. അപ്പൊ 24 × 0.6428 എത്രയാ? 24 × 0.6428 ഈസ് ഈക്വൽ ടു എത്രയാടാ മക്കളെ വരിക? 15.4272 15.4272 സെന്റിമീറ്റർ സ്ക്വയർ ആടാ മക്കളെ എന്തെന്ന് പറയണത്? ഈ പറയണ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. എത്രയായിരിക്കും പറയണത്? 15.4272 ആയിരിക്കും പറയണത്. ഇനി അടുത്തത്, എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 centimeters ആൻഡ് ദ ആംഗിൾ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് 40 degree. What is the minimum length of the side opposite to this angle? അതായത് വശം 8 സെന്റിമീറ്ററും അതിലൊരു കോൺ 40 ഡിഗ്രിയുമായിട്ട് ഒരു ത്രികോണം വരയ്ക്കണം. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാ നോക്കിയാൽ ഏറ്റവും വലിയ വശം ഞാൻ 8 ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് മാറി ചെയ്തു. ഇനി ഇവിടെ നോക്കിയാടാ മക്കളെ, എനിക്ക് അവിടെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏറ്റവും ചെറുത് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിക്കോളാം മക്കളെ വരിക? 50 ഡിഗ്രി ആയിരിക്കും വരിക. കാരണം ഇത് 90 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ 90 അല്ലേ വരാൻ പാടുള്ളൂ. ഇത് 40 ആണെങ്കിൽ ഇത് 50 അല്ലേ വരിക. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് മക്കളെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ
ഈ സൈഡ് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊണ്ട് എഴുതാടാ? 40 ഡിഗ്രീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എതിർവശാടാ മക്കളെ. ഇതിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞു കൊടുക്കാടാ? ഹൈപ്പോട്ന്യൂസ്, അല്ലെങ്കിൽ എന്നും പറഞ്ഞു കൊടുക്കാം കർണം എന്ന് പറഞ്ഞു കൊടുക്കാം. കൊടുത്തൂടെ? അപ്പൊ ദാ ഞാനിവിടെ എനിക്ക് ഏത് റിലേഷൻ ആടാ? ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ദാ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോടാ മക്കളെ? നേരത്തെ എഴുതിയ മാതിരിയാണെങ്കിൽ sin 40 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാം? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസിന് പകരം എന്ത് കൊടുക്കാടാ? 8 കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു sin 40 എന്ന് കൊണ്ട് വരും. അപ്പൊ എത്രയാടാ മക്കളെ വരിക? 8 ഇൻറ്റു 0.6428 എന്ന് പറഞ്ഞു കിട്ടും. 6428 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 8 ഇൻറ്റു 8 into 0.6428 is equal to 5.1424. 5.1424 സെന്റിമീറ്റർ ആയിരിക്കണം മക്കളെ ഇതിന്റെ എന്ന് പറയുന്നത്. ഏറ്റവും മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 5.1424 ആയിരിക്കണം എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി 25ാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? 25ാമത്തെ ചോദ്യം എന്തായിരുന്നു? The picture shows a regular polygon and the tangent to its circumcircle through one of the vertices. Calculate the angles between the tangent and the sides of the pentagon through the point of contact. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് ഒരു സമപഞ്ചഭുജത്തിന്റെ ഒരു മൂലയിൽ കൂടി അതിന്റെ പരിവൃത്തത്തിന് തൊടുവര വരച്ചിരിക്കുന്നു. തൊടുവര തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ബഹുഭുജത്തിന്റെ വശങ്ങളും തമ്മിലുള്ള കോണുകൾ കണക്കാക്കുക. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയണം, അതായത് ഒരു സമപഞ്ചഭുജത്തിന്റെ കോണുകൾ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൾക്കോണുകൾ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. എന്താണ് മക്കളെ വരിക? n-2 ഇൻറ്റു 180 ആണ് വരിക അല്ലേ? ഇവിടെ എത്ര സൈഡാണ് ഉള്ളത് മക്കളെ? 1, 2, 3, 4, 5 സൈഡല്ലേ ഉള്ളത്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാം? 5 - 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ? ആടാ മക്കളെ, ഇതാണ് ഇതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഇത് റെഗുലർ പോളിഗൺ ആയ കാരണം ഇതിന്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കും വരിക. അപ്പൊ ഇതിനെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കിട്ടൂടാ മക്കളെ? എനിക്ക് 3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇവിടെ 5ല് ഇവിടെ എത്ര വട്ടാണ് മക്കളെ പോകാന്ന് പറയുന്നത്? 3 5s are 15 ആണ് വരിക അല്ലേ? 3 5 15 വരും. അപ്പൊ 18 നിന്ന് 15 പോയി കഴിഞ്ഞാൽ ബാക്കി 3 30 എത്രയാണ് മക്കളെ വരിക? 6 അല്ലേ? 3 × 36 എത്രയാണ് മക്കളെ വരിക? 3 × 30 3 × 36 ഈസ് ഈക്വൽ ടു 108 എന്ന് പറഞ്ഞിട്ട് വരും. ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം മക്കളെ വരിക? 108 ഡിഗ്രി ആയിരിക്കും വരിക. ഇനിയിപ്പോ ഇവിടെ ഇതിന് പകരം വേറെ ഏത് പോളിഗൺ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താ പറയാ? ഈ ഒരു ഇക്വേഷനിൽ ഇട്ടിട്ട് കണ്ടുപിടിക്കാടാ. എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആവശ്യം ഉണ്ടോ അത്രയും ആംഗിൾ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനി ഈ ഒരു ആംഗിൾ എത്ര വീതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ അതാ നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഒരു കോഡ് വരയ്ക്കാൻ പോവാണ്. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു കോഡ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു കോഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയടാ മക്കളെ, ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം എനിക്ക്? 108 ആണ്. ഇത് എന്ത് റെഗുലർ പോളിഗൺ ആണ്, അല്ലെങ്കിൽ സമപഞ്ചഭുജാണ്. അതായത് എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡ് എന്താവണടാ മക്കളെ? ഈക്വൽ ആവണം. അപ്പൊ ഇത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിൾ എന്തായേ പറ്റുള്ളൂ? ഈക്വൽ ആയേ പറ്റുള്ളൂ. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എങ്ങനെയാണോ നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 180 - 108 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയാവും. അപ്പോൾ 180 നിന്ന് 108 പോകുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 72 ആണ് വരിക അല്ലെ? 72 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ എത്രയാണ് മക്കളെ വരിക? 36. അതായത് ഈ ആംഗിൾ 36 ആണ്. ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 36 ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിളിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഇത് ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഇത് ടാൻജന്റ്, ഇത് കോഡ്. ഈ ടാൻജന്റ് കോഡും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? അതായത് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മക്കളെ? ഇതാണ് നമ്മുടെ ടാൻജന്റ് കോഡ് എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച്, അതായത് ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡിന്റെ എന്താ പറയാ? നമ്മള് ഈ പറയുന്ന സാധനത്തിന് എന്താ പറയാ? നമ്മൾ സെൻട്രൽ ആംഗിൾ എന്നാ പറയാ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്നാ പറയാ. ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും മക്കളെ. നമുക്ക് എല്ലായ്പ്പോഴും അറിയാം ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും, കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പകുതി എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 36 ആണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? 72 അല്ലേ വരിക അല്ലെ? അപ്പൊ 72ന്റെ ഹാഫ് 36 അല്ലേ വരിക? അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ? എനിക്ക് 36 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി അതുപോലെ ഇതാ നോക്കിയാടാ മക്കളെ, ഞാനിവിടെ ഈ ഒരു കോഡിന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കും. ഈ ഒരു കോഡിന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കും.
ഈ ഒരു കോഡിന്റെ കേസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ മക്കളെ വരിക? ഇവിടെ അതാ നോക്കിയേ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇതായിരിക്കും ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക. ഇത് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? ഈ കോഡിൽ നിന്ന് പോയിട്ടുള്ള ഈ ഒരു ആംഗിൾ 36 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? 72 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 72ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 36 ആയിരിക്കും വരിക. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിൾ എന്തായിരിക്കും വരിക? 36 ആയിരിക്കും വരിക. ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ നോക്കിയടാ മക്കളെ, ഇവിടെ ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഏതൊരു അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? പ്രൂവ് ദാറ്റ് ഇൻ എനി റെഗുലർ പോളിഗൺ ദ ടാൻജന്റ് ടു ദ സർക്കം സർക്കിൾ അറ്റ് എ വെർട്ടെക്സ് മേക്ക് ഈക്വൽ ആംഗിൾ വിത്ത് ടു സൈഡ്സ് ത്രൂ ഇറ്റ്സ് വെർട്ടെക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ മക്കളെ എനിക്ക് ഇവിടെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? ഇവിടെ ഒരു കോഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? എക്സ് ആയിരിക്കും വരിക. ഉറപ്പല്ലേ? ഇത് എക്സ് അല്ലേ വരിക? ഇനി ഇതിന്റെ സെന്റർ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ വരിക? ഇതെന്തായിരിക്കും വരിക? ഇതെന്തായിരിക്കും വരിക? 2x അല്ലേ വരിക? ഇത് 2x അല്ലേ വരിക? ഇത് 2x ആയിരിക്കും. അതുപോലെ നോക്കിയിടാ മക്കളെ, ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും വരിക? 2x ആയിരിക്കും വരിക. ഇത് 2x ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? x ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും മക്കളെ വരിക? ഇതിന്റെ സെൻട്രൽ ആംഗിൾ 2x അല്ലേ? അപ്പൊ ഇതും x ആയിരിക്കും വരിക. ഇത്രയല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരയ്ക്കുന്നത് ഏതൊരു ബഹുഭുജം ആയി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ആ ഒരു രണ്ട് സൈഡുകൾ, ഇതാ ഈ ഒരു സൈഡും ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇത് ഏത് പോയിന്റിലാണെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ ഓക്കെ ആയിരിക്കില്ലടാ മക്കളെ. അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് മാത്രം വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക മക്കളെ. ഇനി അടുത്ത ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ ഇൻറേഡിയസ് ഓഫ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻറേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻറേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R is equal to A/S ആണെന്ന് അറിയാം. അതായത് ഏരിയ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ. അപ്പൊ എനിക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? √3/4 A² എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇല്ലേ? അപ്പൊ ഏരിയ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കാൻ പറ്റുക? √3/4 ഇൻറ്റു A² എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? സൈഡുകളുടെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ? അപ്പൊ 4 × 4, ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്തുകൊണ്ട് കിട്ടും മക്കളെ? എനിക്ക് 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് മക്കളെ നമ്മുടെ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത്. ഇനി സെമി പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെമി പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് 3A ഡിവൈഡഡ് ബൈ 2 അതാണ് സെമി പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 3 × 4/2 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ ഏരിയ? 4 2 2 വട്ടം 3 × 2 6 ആണെന്ന് കിട്ടി. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, R is equal to എന്താണെന്ന് അറിയാം എനിക്ക്? A/S ആണെന്ന് അറിയാം. ഇവിടെ A is equal to 4√3 ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. S is equal to 6 ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് R is equal to എന്താണ് മക്കളെ വരിക? ഏരിയക്ക് പകരം എന്ത് കൊടുക്കാം? 4√3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞിട്ടാണ് വരിക ഇല്ലേ? അപ്പൊ 4 ഇവിടെ എന്താണ് മക്കളെ വരിക? 4 ഇവിടെ എത്ര വട്ടം പോവാ? 2 × 2 4 ആണ് വരിക. 3 × 2 6 ആണ് വരിക. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാണ് മക്കളെ? 2√3 ഡിവൈഡഡ് ബൈ 3 സെന്റിമീറ്റർ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, അന്തർവൃത്താരം എന്ന് പറയുന്നത് 2√3 ഡിവൈഡഡ് ബൈ 3 സെന്റിമീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ് മക്കളെ? അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ദ റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദ സർക്കം റേഡിയസ്. അതായത് ഇതൊരു സമഭുജ ത്രികോണത്തിന്റെയും അന്തർവൃത്തത്തിന്റെ ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയാടാ, എനിക്കറിയാം, അതായത് ഇതൊരു സമഭുജ ത്രികോണമാണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? 60 ആയിരുന്നു. 30 ആയിട്ട് മാറ്റി ഞാൻ. അതുപോലെ ഇവിടെ എത്രയായിരിക്കും മക്കളെ വരിക? 60 ഡിഗ്രി ആയിരിക്കും വരിക ഇല്ലേ? അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണത്? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണത്? പരിവൃത്ത ആരം എന്ന് പറയുന്നത് അല്ലേ? പരിവൃത്ത ആരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഒരു ആംഗിൾ ലെങ്ത് ആണ്. ഇതാണ് മക്കളെ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത്. ഈ അന്തർവൃത്ത ആരം എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമുക്കറിയാം ഇവിടെ എങ്ങനെയാണോ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ കോൺ സമവാചി വരയ്ക്കല്ലേ ചെയ്യുക. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് 30 ആയിട്ടാണ് വരിക. അപ്പൊ ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇതൊരു ടാൻജന്റ് ആയിട്ടല്ലേ വരിക? ഈ ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇവിടെ എത്ര ഡിഗ്രിയാണ് മക്കളെ വരിക? 90 ഡിഗ്രി അല്ലേ വരിക. ഇത് 30യും 60യും 90 ആണെന്ന് കൊണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ് മക്കളെ വരിക? 1x ആയിരിക്കും. നമുക്കറിയാമില്ലേ 30:60:90 എത്രയാണെന്നാണ് പറയുന്നത്? 1:√3:2 ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് എനിക്ക് എന്തെടുക്കാം മക്കളെ? 1x എടുക്കാം. ഇനി 90യുടെ ഓപ്പോസിറ്റ് എന്താണ് വരിക? 2x അല്ലേ വരിക. 90യുടെ ഓപ്പോസിറ്റ് എന്താ വരിക? 2x അല്ലേ വരിക. ഇവിടെ 1x എന്താണ് കൊണ്ട് തന്നിട്ടുണ്ട്? 1x എന്താണ് കൊണ്ട് തന്നിട്ടുണ്ട്? 6 ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x എന്താ വരിക മക്കളെ? 6 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡിലാണ് മക്കളെ പരിവർത്താരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പരിവർത്താരം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പറഞ്ഞിരുന്നത്? ഞാൻ 2x ആയിരിക്കുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 × r എത്രയാണ് മക്കളെ വരിക? 2r ആയിരിക്കും വരിക. അപ്പൊ അതാ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? 2r ആയിരിക്കും വരിക. അവിടെ ഓക്കെ ആയില്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർവൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ ഇൻ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണ്. അത് 2r ആണെങ്കിൽ ഇത് 6 അല്ലേ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആ 3 മാർക്കിന്റെ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ സെറ്റ് സിയിലെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബാക്കി കുറച്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും എല്ലാ ചോദ്യങ്ങളും വരയ്ക്കാനുള്ള ചോദ്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക, നന്നായി ചെയ്ത് പഠിക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് മോഡൽ എക്സാം എഴുതാൻ പോവാണ് മക്കളെ. അതുപോലെ തന്നെ മെയിൻ എക്സാം എഴുതാൻ പോവാ. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡൽ എക്സാമിന്റെ ആൻസർ കീയും ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും മക്കളെ. താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ.